ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ റഷ്യയിലെ വാസം കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ ജോർജിയയ്ക്ക് പോവാണ്. ഗൈസ് നോക്കൂ, ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നാണ് ജോർജിയയ്ക്ക് പോകുന്നത്. അതായത് ഇന്നലെ ഈ പമ്പിലാണ് നമ്മൾ വണ്ടി ഒതുക്കിയത്. അതായത് ഞങ്ങൾ ഇന്നലെ ഒരു 21 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് സഞ്ചരിച്ചായിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവസാനം മനസ്സിലായി നമുക്കവിടെ കിടപ്പാടം കിട്ടൂല, അതുപോലെ ശൗചാലയം കിട്ടൂലെന്ന് ഞങ്ങൾക്ക് അവസാനം മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ 21 കിലോമീറ്റർ ഞങ്ങൾ സഞ്ചരിച്ച് ബേക്കിലോട്ട് എത്തി. ഈ കാണുന്ന പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഒരു ബർഗർ കഴിച്ചു, അതും വലിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വണ്ടി ഇട്ടു. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ആരും പൈസയും കാര്യങ്ങളൊന്നും ഇതൊന്നുമല്ല മെയിൻ പോയിന്റ് ഗൈസ്. അതായത് ഇന്നലെ ഞങ്ങൾ ജോർജിയ കയറിയായിരുന്നതിൽ നമ്മൾ 1 മണിക്കൂർ നേരത്തെ എണീക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു റഷ്യ കിടക്കാന്ന്. റഷ്യ കിടന്നതിന് 1 മണിക്കൂർ താമസിച്ച് എണീറ്റാൽ മതി. അതായത് റഷ്യയിൽ നിന്നും 1 മണിക്കൂർ മുന്നോട്ടാണ് ജോർജിയ. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച് എണീക്കാൻ വേണ്ടിയും കൂടിയാണ് റഷ്യയിൽ കിടന്നത്. ഗൈസ് നോക്കൂ, പിന്നെ അടുത്ത കേസ് നമ്മളങ്ങനെ നേരെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ കാറ്റ് കാരണം ഞങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അതായത് കാറ്റടിച്ച് മൈക്കിൻ്റെ ഇത് പോകുന്നു. ഗൈസ് നോക്കൂ, അതായത് നമ്മളങ്ങനെ നേരെ റഷ്യക്ക് കയറുവാണ്. ഗൈസ് ഭാഷ വ്യത്യാസം, പിന്നെ അതേപോലെ വ്യത്യാസം, പൈസ വ്യത്യാസം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേറി, അതായത് ജോർജിയൻ ലേറി നമ്മുടെ നാട്ടിൽ 35-32 രൂപ എങ്ങനെയാണ്. ഇനി പക്ഷേ വിസ കാർഡ് എടുക്കും. ഇവിടെ വിസ കാർഡ് എടുക്കില്ല, മാസ്റ്റർ കാർഡ് ഒരു കാർഡ് എടുക്കില്ല. നമുക്ക് ഗൂഗിൾ ഉപയോഗിക്കാം. ഇവിടെ ഗൂഗിളില്ല, ഫേസ്ബുക്കില്ല. ഇത്ര നാൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പറ്റിയില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പെയ്ഡ് VPN ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരിത്, അതായത് VPN ഉപയോഗിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ ആപ്പിളിൽ കിട്ടുന്നില്ല. അത് തേർഡ് പാർട്ടിയിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്താൽ ഇന്നലെ ഒരു 1 അതായത് 4 വർഷം മണ്ണ് ഇടുക, അതിൻ്റെ ഇടയ്ക്കെല്ലാം പോയിന്റ് ഇട്ട് കൊടുക്കുക. സാധനം കിടിലം VPN ആണ്. അതല്ല, അത് വേറൊരു കേസ് നമ്മൾ പറയാൻ മറന്നു. ഇന്നലെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. കാരണം ഡ്രോൺ അവിടെ അപ്പുറത്തെ രാജ്യത്ത് ഇപ്പുറത്തെ രാജ്യത്തോട് വരുന്നതുകൊണ്ട് ഇവിടുത്തെ GPS ജാം ചെയ്യുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലാണ് ലൊക്കേഷൻ ഉണ്ടെന്ന് ഇന്നലെ ഒരു റഷ്യക്കാരൻ പറഞ്ഞു തന്നു. അപ്പോൾ ആ പ്രകാരം അതും ചെയ്തു. ഇവിടെ കാർനെറ്റ് വേണോ ജോർജിയയ്ക്ക് അറിയത്തില്ല, വേണ്ട വരില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ അടുത്ത് ഷെങ്കൻ വിസയാണുള്ളത്, യൂറോപ്യൻ വിസ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോർജിയ കയറാമെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അപ്പോൾ അപ്രകാരം ഞങ്ങൾ പുറത്തേക്ക് എടുക്കുന്നില്ല. കാര്യം ഇവിടുന്ന് അടിച്ചു തന്നാൽ ഔട്ടർ ചെല്ലുമ്പോൾ അവർ തള്ളക്കി വിളിക്കും. അവിടെ ഒരു ചേട്ടൻ ജോർജിയയിൽ നമുക്ക് സിമ്മും കൊണ്ട് അവിടെ നിൽക്കാന്ന് പറഞ്ഞു. നോക്കിയേ, ബൈക്ക് പൊക്കിക്കൊണ്ട് പോകുന്നത് വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചേസ് ആയിട്ട് ഈ മറ്റേ ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ അപ്പുറത്തോട്ട് ചാടണം, ബൈക്കും പൊക്കിക്കൊണ്ട് പോകും. ഗൈസ്, അതായത് ജോർജിയയിൽ ഒരാൾ നമ്മളെ നോക്കി നിൽപ്പുണ്ട് സിമ്മൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ മോസ്കോ കഴിഞ്ഞ് റഷ്യ കഴിഞ്ഞ് അലക്സാണ്ടറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അലക്സാണ്ടർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാരണം പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തെണ്ടിപ്പോയാനെ റഷ്യയിൽ. കാരണം കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്തു തന്നു. യെസ് ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ നേരെ റഷ്യയോട് വിട പറഞ്ഞ് ജോർജിയയിലേക്ക് സഞ്ചരിക്കാൻ. ഈ ജോർജിയൻ കാഴ്ചകളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് വിശദമായി പറയാം. ഞാൻ പറയട്ടെ. ജോർജിയൻ കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ ജോർജിയയിൽ ഡ്രോൺ ഉപയോഗിക്കും. റഷ്യയിൽ നമുക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഡ്രോൺ വേറെ രാജ്യത്ത് പോകും. പിന്നെ അതിന്റെ വേറെ പ്രശ്നങ്ങളായിരിക്കും. ഇത് മൊത്തം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഗൈസ് നോക്കും. അതെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെയാണ് എല്ലാം പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഞങ്ങളുടെ തകർപ്പൻ വീഡിയോകൾ ജോർജിയ വെച്ച് കാണാം. ഗൈസ് നോക്കൂ, ഈ കാണുന്ന നല്ല കിടിലൻ മലനിരകളാട്ടോ. ഇനി ജോർജിയ എന്ന് പറഞ്ഞ ഒരു രാജ്യം എന്ന് വെച്ചാൽ മലകളാ ചുറ്റപ്പെട്ട ഒരു രാജ്യം. വെള്ളമുണ്ട്. ആര് പറഞ്ഞു നിന്നോട്? എന്തിനൊന്നും പറയണ്ടേ, നീ തിരിച്ചു ചോദിക്കരുത്. തിരിച്ചു കഴിഞ്ഞപ്പെട്ടു. മലകളുണ്ട്, വെള്ളമുണ്ട്, അതേപോലെ ഇഷ്ടം പോലെ മൊണാസ്ട്രികളുണ്ട്. മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പം പോയാൽ കാണും. പക്ഷേ ഒരു 2 മാസം പോയി കഴിഞ്ഞാൽ കിട്ടൂല, ഉള്ള പച്ചപ്പായി. ഗൈസ് നോക്കുന്നുണ്ടോ, ഈ കാണുന്ന ഇവിടെയൊക്കെ നല്ല കിടിലൻ മഞ്ഞുമലയും പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് എന്തായാലും നമുക്ക് ജോർജിയയിലേക്ക് സഞ്ചരിക്കാം. ഹായ് ഗൈസ് നോക്കൂ, ഇവിടെ ഇന്നലെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ നിന്നാണ് ബർഗർ. നമുക്ക് നേരെ വണ്ടിയിലേക്ക് ഇറങ്ങാം. വണ്ടി ഫുള്ള് വൃത്തിയാക്കി, വണ്ടിയിലെ വേസ്റ്റ് വരെ എടുത്ത് കളഞ്ഞ് ഇത് കണ്ടോ നീറ്റാക്കി കുട്ടപ്പനാക്കിയാണ് വണ്ടി നിർത്തിയാക്കുന്നത്. കണ്ടോ, ഫുള്ള് വിരിച്ച്. കാരണം അവർക്ക് ചെക്ക് ചെയ്യാൻ തോന്നരുത്. അങ്ങനെ പോയി ലിബിനെ അവിടെ പോവാ. നമ്പർ പ്ലേറ്റ് ചെളിയുണ്ടോ നോക്കട്ടെ, ചിലപ്പോൾ മണി കിട്ടും. ഗൈസ് ഉണ്ടോ നമ്പർ പ്ലേറ്റ് ചെളിയുണ്ടോ? കമാൺ കമാൺ ഗൈസ്. കുറേ കാര്യങ്ങൾ ബോർഡർ അടക്കാൻ തന്നെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കണം. അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കിത് ചെക്ക് ചെയ്യാൻ തോന്നരുത്. അല്ലേ, ചെക്കിങ് ഉണ്ടാവില്ല. സോക്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്ക് ലിബി. റഷ്യയുടെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ചെക്കിങ്. കണ്ട് ഇന്നലെ ഒരു ഹോളി ലാൻഡ് കുതാകത്ത, അതുകൊണ്ട് വേറെ ഹോളി ലാൻഡ് എടുത്തു. അപ്പം നമുക്ക് നേരെ പോവാട്ടോ. ഉണക്കാനട്ടാ വെയിൽ കിട്ടിയില്ലോ.
പോടാ, ലൊക്കേഷൻ ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. 22 കിലോമീറ്റർ സ്ട്രൈറ്റ്. അവിടുന്ന് പിന്നെ അവൻ എങ്ങോട്ടെങ്കിലും കയറ്റി വിടും. അങ്ങോട്ട് AC ഇല്ല കേട്ടോ, ഒട്ടൊക്കത്തെ ചൂടാ. നമുക്ക് AC ചെയ്യണം. ഇവന് ഏകദേശം നാട്ടിൽ 900 രൂപ പറഞ്ഞത്. AC പിന്നെ മറ്റേതും ചെയ്യണ്ടേ? വേറൊരു കാര്യം കൂടെ ചെയ്യേണ്ടത്, അത് വണ്ടിയുടെ മേല് മുറിച്ചിട്ട് വെക്കുന്ന ഒരു AC ഉണ്ട്. അതിനോട് 18,000 രൂപ ഉള്ളൂ. അതും കൂടെ വെക്കണം. 15 ഡിഗ്രി സണ്ണിയാണ്, പക്ഷെ നല്ല തണുപ്പാട്ടോ. അല്ല സോറി, നല്ല ചൂടാട്ടോ. ഞാനോട് ഇനി സണ്ണി ചേട്ടൻ കൂടെ ഞങ്ങളുടെ അടുത്ത് വരുവാണ്. പോവാടാ, പോവാ. ഇത് വലിച്ചിട്ടാക്കാട്ടോ. ഇതേ കണ്ടു കഴിഞ്ഞാൽ സെറ്റായിരിക്കണം. വിടാം, പോവാ. ഉള്ളിലെ തെർമൽസ് ഒക്കെ ഞങ്ങൾ വലിച്ച് തൂരക്കളഞ്ഞു കേട്ടോ. ഇനി അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. അല്ലടാ ദീപിനെ, ചൂടായല്ലോ. ഇനി വൈകിട്ട് ഇനി ഹീറ്ററാണ് ബാധ്യതയാകാൻ പോകുന്നത്. ഹീറ്റർ പിന്നെ അത് ഊരിയിട്ട് ബേക്കിലോട്ട് വെക്കണം. ആ മുറിച്ച പീസിന്റെ അവിടെ എന്തെങ്കിലും പല കഷ്ണം അടിക്കണം. ഇവിടെ പല കഷ്ണം മേടിക്കാൻ വേണ്ടി പോയാൽ ഏറ്റവും വലിയ പൈസ. അതിന് പകരം നമുക്ക് വേറെ സ്റ്റീല് മേടിക്കാനെ. നോക്കൂ, അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മളങ്ങനെ ജോർജിയയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ജോർജിയോട് അങ്ങനെ ഞങ്ങൾ കയറാൻ പോയി. റഷ്യയോട് ഞങ്ങൾ വിട പറയാൻ വേണ്ടി. നീ പറഞ്ഞു ഉദ്ദേശിച്ചു വന്നത് ജോർജിയയോട് വിട പറഞ്ഞ് റഷ്യയിലേക്ക് കയറാൻ പോകുന്നത്. ഗൈസ് നോക്കൂ, അങ്ങനെ റഷ്യയോട് വിട പറഞ്ഞ് റഷ്യയുടെ റോഡുകളോടും റഷ്യൻ തീരങ്ങളോടും റഷ്യൻ തെരുവുകളോടും യാത്ര പറഞ്ഞ് നമ്മളങ്ങനെ ജോർജിയയ്ക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ അടുത്ത രാജ്യമായ ജോർജിയ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. പിടിച്ചു. ഇന്ത്യ ഇവിടെയുള്ളവർ ഭയങ്കര പൈസ നമ്മളെ പെട്ടിന്റെ കാര്യം നമ്മൾക്ക് പൈസ ഇല്ല. ഇന്ത്യ 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 പൈസ ഞാൻ പോയിട്ട് വരാം. ക്ലാസ് നോക്കിയിട്ട് അടിച്ച ഓൺലൈൻ എടുക്കണം. കൂളിംഗ് ഇല്ലേ? കൂളിംഗ് ഇല്ലല്ലോ അതിന്. അളവ് ചെക്ക് ചെയ്യുന്നു. മറന്നാൽ ഇത് പിടിച്ചു വെച്ചു. എല്ലാം ഉണ്ടോ നോക്കിയോട്ടോ. ഇത് തന്നിട്ടില്ലല്ലോ. എന്നാ പാസ്പോർട്ടും മറ്റേ സാധനം. എന്നാ ഇന്റർനാഷണൽ ഡ്രൈവർ ലൈസൻസ് തന്നിട്ടില്ല. ഇല്ല. ഇന്ത്യൻ കാർ കമ്പനി.
പൈസ എനിക്ക് എപ്പോഴും അറിയായിരുന്നു കേട്ടോ പൈസക്കുള്ള പരിപാടിയാണ്. ബാപ്പു ഓക്കെ സാർ. ഇന്ത്യൻ ISO അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പൊട്ടണ ഇച്ചിറ വല്ലോണ്ട് എടുത്തു കൊടുക്കാം. വേറെ സാധനമില്ലല്ലോ. നോ മണി ഐ ഹാവ്. ചില്ലറയല്ലോ കുറെ. ഇല്ല. നോ മണി സാർ. ഓക്കെ താങ്ക് യു. Indian şokolat. Indian. നോ സിഗരറ്റ്. നോ. Не надо. Şokolat. പെട്ടുപോയല്ലോ അവൻ്റെ അമ്മ. ഇന്ത്യൻ. സ്പൈസി. വെരി ഗുഡ് ടേസ്റ്റ്. പൊട്ടിക്കാൻ പറ. I will test you. Okay. എന്തൊക്കെ തന്ത്രങ്ങളാണ്. റോഡിൽ ഇറങ്ങിയില്ല. ഇന്നലെ ഞങ്ങൾ ഇവരെ കണ്ടു കേട്ടോ രാത്രിയിൽ. ഇന്നലെ ഞങ്ങളെ പിടിച്ചില്ല, ഇന്ന് പിടിച്ചു. ആദ്യം സ്ട്രോങ്ങിൽ നിന്നിട്ട് കുറെ കളിച്ച് നോക്കി കേട്ടോ. ലാസ്റ്റ് ഈ ഗ്ലാസ് ഫിലിമാന്ന് പറഞ്ഞാണ് മേടിക്കാൻ നോക്കി. പക്ഷെ ഇത് സ്റ്റിക്കർ അല്ല കേട്ടോ, ഈ വണ്ടി വന്നതാണ് ഇങ്ങനെ. ഇത് പഞ്ച് ഫോഴ്സിന്റെ യഥാർത്ഥ സാധനമാണ്. വേറെ ഒരു ഗാനം കാണിച്ചു കൊടുത്ത് ഇവർക്ക് വേറെ കാര്യമൊന്നും പറയാൻ. ഗൈസ് അതായിരുന്നു അവർ പിടിച്ചത്. ഇന്നലെ കണ്ട പോലെ തന്നെ കേട്ടോ. ഇന്നും ഫുൾ ട്രക്കുകളാണ് ജോർജിയക്ക് കയറാനുള്ളത്. ഇത് ഈ ഏരിയയിലെ ഒരു കോറിഡോറാണ്. ചൈനയിൽ നിന്നും ബെലാറസിൽ നിന്നും ഇറാനിൽ നിന്നും വണ്ടിയുണ്ട്. പിന്നെ റഷ്യ, കസാക്ക്, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ളൊരു എന്താ പറയുക ഒരു കണക്ഷൻ ആകെ ഇതേ ഉള്ളൂ. ഫിൻലാൻഡ് അടച്ചല്ലോ. ഇതൊരു അസാമാന്യ ബോർഡറാണ്. എവിടെ നമ്മുടെ പാസ്പോർട്ട് കൺട്രോൾ. ഗൈസ് ഫൈനലി റഷ്യൻ സൈഡ് കഴിഞ്ഞു. പറയാം. നമുക്ക് നേരെ ഇനിയിപ്പം ജോർജിയൻ സൈഡിലേക്കാണ് പോകേണ്ടത്. കാലാവസ്ഥ കുഴപ്പമില്ല. നമ്മൾ നേരെ ഇനിയിപ്പോൾ ജോർജിയയിലേക്ക് പോവാണ്. റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള LOC ആയതുകൊണ്ട് ഇത് ആരാണ് പണിയെന്ന് നമുക്ക് ദൈവത്തിനറിയാം. അതാ നോക്കണ്ട, മറ്റു സാധനങ്ങൾ താത്തിട്ടേക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. ആ ബോർഡറിലേക്ക് പോവുക കേട്ടോ. ഞങ്ങൾ എന്തായാലും ജോർജിയയുടെ സൈഡിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ എമിഗ്രേഷൻ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ. 1964-65 കാലഘട്ടത്തിൽ പണിതൊരു ടണലിൻ്റെ ഇത് എത്ര കിലോമീറ്ററാ? ജോർജിയയുടെയും റഷ്യയുടെ അതിൻ്റെ രണ്ടും നടുക്കുള്ളൊരു ടണലാട്ടോ. നമ്മുടെ വണ്ടി ഇങ്ങനെ കയറി ചെല്ലുന്ന അവിടെ നിന്ന് ഇറക്കി വിടുവാവോ? ഒരു വണ്ടി അവിടെ നിന്ന് കയറി വന്നപ്പോൾ നമുക്ക് ഒതുക്കി കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ അതുകൊണ്ട് ഒതുക്കി. പുള്ളിയും സിഗരറ്റ് വലിയ അല്ലേ? അതെ. ആ 2-3 വണ്ടി ഇറങ്ങിയാൽ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഇവിടം വരെ കയറി വന്ന ഭാഗ്യം. ഇറങ്ങിപ്പോട്ടെ. ഇനിയുണ്ടോടാ? ഓ ഇനിയുണ്ട്. ഒന്നൊന്നുമല്ല. ഇതിങ്ങനെ മാലപ്പടക്കം വരുന്ന പോലെ വരുന്ന കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇനി ഇതിൻ്റെ അപ്പുറം പ്രശ്നം വരാൻ വേണ്ടി പോവാ. ആ റൗണ്ടിൽ വേറെ വണ്ടി ഉണ്ടല്ലോ. ഇവിടെ കുറേ വണ്ടി തള്ളി ഇട്ടിട്ടുണ്ടല്ലോ. ഉപേക്ഷിച്ചാക്കുന്ന വണ്ടിയാ. കത്തിപ്പോയ വണ്ടികളാണ്. നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിയാലോ? ഇങ്ങോട്ട് കയറ്റി ആ വണ്ടീനെ അങ്ങ് വിട്. പോട്ടെ. കാര്യമില്ല. ഈ ഇതിൻ്റെ അകത്ത് കിടക്കുവാണെങ്കിൽ നമുക്ക് നാളെ വൈകിട്ട് പോലും പോകാൻ വേണ്ടി പറ്റൂല. പോട്ടെ. ആപ്പാക്കി തന്നല്ലേ അല്ലേ? വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എല്ലാവരും നമ്മൾ എങ്ങനെ നോക്കുന്നത്?
എല്ലാവരും നമ്മളെങ്ങനെ ബേക്കിലെ പണി വാളിച്ചെന്ന് ഒരു തുരങ്കം കഴിഞ്ഞപ്പോൾ അടുത്ത തുരങ്കം. ഇതേ എന്നാ സംഭവിക്കുന്നത് എന്താ, ഈ തുരങ്കത്തിൽ കയറി ഒരു വണ്ടി നിർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇതെന്താണാവോ ഇങ്ങനെ ഒരു ബോർഡർ? ഇവനെ ഇതിന് റോഡ് മാർഗം ഈ ഒറ്റ ഒരു പാതയിലേ ഉള്ളൂ, അതുകൊണ്ടാണ് പ്രശ്നം. അതിന് നടുക്കും വണ്ടിയുണ്ട് കേട്ടോ. ആ വണ്ടിയുടെ എല്ലാവരും സിച്ചടി അല്ലേ? ദൈവമേ, ഇത് എന്ത് ബോർഡറാടാ? ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ ബോർഡർ കാണുന്നേ അല്ലേ ഇവനെ? ഞാൻ ആദ്യമായിട്ടാ. ജോർജിയൻ സൈഡ് എങ്ങനെ ഉണ്ടെന്ന് ദൈവത്തിന്. എന്താ മഞ്ഞ് ടൈമിലോ രാത്രിയിലോ വന്നായിരുന്നല്ലോ പെട്ടുപോയാനെ. രാത്രി എല്ലാരും കിടക്കുന്ന കാരണമൊക്കെ ഈ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലേ ആരും കയറ്റി വിടൂല. അതെ അതെ. ഓ അവലെ കയറ്റി വിടുവോ? ഇല്ല, ഗ്യാപ്പില്ല. ഇവിടെ സൈഡായി കൊടുക്കും, ഇവിടെ ആയിക്കൊടുക്കും. പിന്നെ നമ്മൾ ലഡാക്കിൽ കൂടെ ഒക്കെ പോയൊരു ഫീലിംഗ് വരുന്നില്ലേ? സത്യം കണ്ടു. ജോർജ് അടിപൊളി സ്ഥലമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഇനി എങ്ങനെ പോവും? വണ്ടി ഉണ്ടോ? അവിടുന്ന് ട്രക്കുണ്ട്. ട്രക്കുണ്ടല്ലേ? ട്രക്കില്ലേ അവൻ കയറി പോയാൽ അപ്പുറത്തെ വശത്ത് വെക്കാൻ പറ്റുമോ? ഗൈസ് നിന്നെ കുടഞ്ഞ കേസുകൾ പറയടാ. എന്നെ കൊടയാന്ന് വെച്ചിട്ടുണ്ട്. 1.5 കൊട കൊടുത്തു. എന്നോട് കുറെ സംഭവങ്ങൾ എഴുതിയെടുത്തു. എന്നോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ. അവരുടെ ട്രാൻസ്ലേഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പൊട്ടനെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം മാത്രം വായിക്കാനും അറിയത്തില്ല, പറയാനും അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് തന്നു. പക്ഷെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മള് എന്തോ കൺസ്ട്രക്ഷൻ നടക്കും. അവര് നമ്മള് വിട്ടു. അതായത് അവരെന്താ നമ്മളെ എഴുതി പറയുന്നത് അത് തന്നെ നമ്മൾ രണ്ടാമതും പറയണം. മൂന്നാമത് നമ്മളെ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടുപോകും. ഇതിൻ്റെ അകത്തൊക്കെ എടുക്കുന്നു നോക്കിക്കോട്ടെ. അതിൻ്റെ അകത്തോടെ വോൾവോ Okay, that side. Custom service. Okay. That side. Okay. Sir, Open. that side is closing. This side is open. നമ്മളങ്ങനെ ജോർജിയയിൽ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 5 മണിക്കൂറുള്ള ക്വസ്റ്റ്യൻ. 2 മണിക്കൂർ റഷ്യ കൊണ്ടുപോയി, 3.5 മണിക്കൂർ ജോർജിയ കൊണ്ടുപോയി. എല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ എവിടെ എത്തി? ഞങ്ങൾ രാജ്യത്തിന്റെ പേരെന്നോട് ചോദിക്കരുത്. ഗൈസ് ഇങ്ങോട്ട് പോകുന്നതാണ് ടിബിലിസി. വേറെ കാര്യമുണ്ട്, എന്നോട് ചോദിച്ചായിരുന്നു അവിടെ നമ്പർ പ്ലേറ്റ് വേണോന്ന് ഇവിടുത്തെ. ഞാൻ പറഞ്ഞു നയാത്തു. ഗൈസ് നോക്കിയതുണ്ടോ, ഇവിടെ ഒരു മൊണാസ്ട്രിയും സംഭവങ്ങളൊക്കെയാണ് കയറി ഒന്നും കണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള ടൈമൊക്കെ കസ്റ്റംസും എമിഗ്രേഷനൊക്കെ കൊണ്ടുപോയി. ഇതേ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് എമിഗ്രേഷൻ ജോർജിയയുടെ. ഇതുണ്ട് ഇവിടെ ജോർജിയയുടെ ഫ്ലാഗും സംഭവങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. നമുക്കൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ വരണം. ആ ചേട്ടന് ഇപ്പം വരും. നമുക്കിവിടെ ആളുണ്ട്, നമുക്ക് സിമ്മ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിലെ 8 മണിയായി. ഇവിടെ ഇപ്പം റഷ്യയിലും ഒരു കുറച്ച് മുന്നിലോട്ടോ, മുന്നിലല്ലേ 1 മണിക്കൂർ. ഇവിടെ ഒരു മൊണാസ്ട്രി. നാട്ടിൽ 10 സമയമായി വീഡിയോ എന്നിട്ടാണോ? ഇല്ല അല്ലേ ഇടണം, പുള്ളി സിമ്മ് തരണം, പുള്ളി വൈഫൈ ഇടണം, എന്നാലേ നടക്കുള്ളൂ. നോക്കിയാൽ കെട്ടപ്പ് നോക്കി. ആ ചേട്ടൻ വരുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നു ചേട്ടൻ. എവിടെ ഒതുക്കുക? പുള്ളി മസ്തല. പുള്ളി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കുമായിരിക്കും. ഫൈനലി നമ്മുടെ ചേട്ടനെത്തി. ചേട്ടന്റെ പേര് പറ. എപ്പം വന്ന? ഞാനിപ്പോ ഒരു 2 മണിക്കൂറായി. ഇപ്പൊ നിങ്ങൾ കാണാണ്ടായപ്പോ എനിക്ക് സംശയം തോന്നി അവിടെ ഗൈസ് എന്താണ് സംഭവം? യൂറോപ്പിലോട്ട് പോകേണ്ട ഒരു കോറിഡോർ ആണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്ന ബോർഡർ. ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്ന ബോർഡറാണിത്. അതുകൊണ്ടാണ് ഇത്രയും ചെക്കിംഗ് എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും വിചാരിക്കരുത്. മുന്നേ പോയ ആൾക്കാർ ഇങ്ങനെ ഒപ്പിച്ചെന്ന് പറഞ്ഞു, അത് കാരണമാണ് നിങ്ങളെ പിടിച്ചതെന്ന് പറഞ്ഞു. സിമ്പിൾ. ഞങ്ങളെല്ലാം കേട്ട് തലകുനിച്ചവിടെ നിന്നു. ഗൈസ് ഞങ്ങൾ 3.5 മണിക്കൂർ തലകുനിച്ചവിടെ നിന്നു. വേറൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഇവർ പിന്നെ ഇങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇവിടുന്ന് കയറ്റി വിട്ട് നമ്മൾ യൂറോപ്പിൽ എവിടെയും ചാടിയാ
പിന്നെ അല്ലേ വെറുതെ ഇരിക്കും. അതാണ് വിഷയം ചേട്ടാ. ഇപ്പൊ ഇത് കുറഞ്ഞോ? ഇല്ല, ഇപ്പൊ കുറെ പേര് ഡീപ്പോർട്ട് ചെയ്തിട്ടിരിക്കും. എവിടുന്നാ? ഇവിടെ ജോർജിയയിൽ ഇപ്പൊ ഇന്നലെ ഒരു 100 പേരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻസിനെ മാത്രം. എന്റെ അമ്മോ, ഡീപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ആണോ? ചേട്ടന്റെ പേര്, സ്ഥലം? റെജിനാൾഡ് എന്നാണ് പേര്, എറണാകുളത്താണ് സ്ഥലം. യെസ് ഗൈസ്, പുള്ളി ഞങ്ങളെ 6-7 മാസമായി കാണും. 6-7 മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങളെ അവിടെ വന്ന് കണ്ടിരുന്നു. നജീബിക്കയുടെ അവിടെ വന്ന്. അപ്പം അപ്രകാരം പുള്ളി പിന്നെ ഞങ്ങൾ റഷ്യ വെച്ച് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതൊക്കെ ഫുൾ ഇതേപോലത്തെ എന്താ പറയാ, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. നമ്മളപ്പോൾ നേരെ ലഡാക്ക് ചൈന ബോർഡറില്ല, അവിടെ പോയാൽ കണ്ടാൽ അറിയാം. ലഡാക്ക് ചൈന ബോർഡർ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇനിയിപ്പം വിസ കാർഡ് വർക്ക് ചെയ്യും, മാസ്റ്റർ കാർഡ് വർക്ക് ചെയ്യും, അത് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. തട്ടിയോ? ബ്രേക്ക് ഔട്ടിയതാടാ. അപ്പൊ ചേട്ടൻ ടിബിലിസി അല്ലേ? പോയിട്ട് ടിബിലിസി അല്ല, അതിന് മുന്നേ നമുക്ക് ആ സിം കിട്ടുവാൻ നമുക്ക് വീഡിയോ ഗൈസ് നോക്കൂ, നീ മറ്റേ ഇതെടുത്തേടാ, എന്നാ താക്കോൽ നമ്മുടെ പിന്നെ ഇത് സാംസങ് ഫോൺ. ഗൈസ് നോക്കൂ, ചേട്ടൻ ഞങ്ങൾക്ക് സിമ്മും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിം ഇടണം, എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഫുൾ എന്നോ വലിയ ക്യൂ ആണെന്നറിയാം. എനിക്കൊന്ന് കുറേ ടണലുകളുണ്ട്. ഈ മൊനാസ്ട്രി എന്തായാലും മിസ്സായിട്ട്, കാരണം നമ്മളെപ്പം വന്ന് നിർത്തി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ അവിടെ ഒരു മൊനാസ്ട്രി ഉണ്ടായിരുന്നു. ഈ ടണൽ കയറി കേട്ടോ പോകണ്ടേ. 4 വരിപ്പാതയാണോ 2 വരിപ്പാതയാണോ കേട്ടോ? സിംഗിൾ റൂട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ടിബിലിസിയോ? അല്ല, ടിബിലിസി വരെ സിംഗിൾ റൂട്ടാണ്. റഷ്യ പോലെയൊക്കെ തന്നെ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ ചേട്ടൻ നമുക്ക് ബോർഡറിൽ സിം എത്തിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല 5G സിം, അൺലിമിറ്റഡ് നെറ്റ് അല്ലേ ഗൈസ്? ഇത് ചേട്ടൻ്റെ വണ്ടിയാണ്, മസ്ത. മസ്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ല, ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ മസ്ത ഇറങ്ങിയായിരുന്നു. ആണോ ഗൈസ്? നോക്കൂ, സാധനങ്ങൾ കിട്ടി. കുത്താനുള്ള പിന്നുണ്ട് ഗൈസ്. പിന്നില്ല, സിം മാറ്റിയാണ്. ചിരിച്ചു കാണിച്ച് ചേട്ടനോട് ചോദിക്കാം. ജോർജിയൻ റോഡിൽ വണ്ടി ഓടിക്കാൻ പോവാണ്. ദേ ജോർജിയയിലേക്ക് കയറിയിരിക്കുകയാണ്. പുള്ളിയുടെ പുറകെ പോവാണ് ഗൈസ്. ഇവിടെ ഒരു മലയാളി ഉള്ളതുകൊണ്ട് നമുക്ക് സിം കിട്ടി, അതൊരു വലിയ ഭാഗ്യമായി. ഇൻഷുറൻസ് കൂടെ എടുത്ത പരിപാടി തീർക്കാം. വണ്ടിയുടെ എല്ലാ പരിപാടിയും ഇൻഷുറൻസ് മസ്റ്റ്. ഇവിടെ ഇൻഷുറൻസ് അത്ര മസ്റ്റ് അല്ല, പക്ഷെ നമുക്ക് ഇൻഷുറൻസ് മസ്റ്റാണ്. അതെ, കാലക്കേടും കാലസമയവും. അതെ അല്ലേ? ഗൈസ്, ഇനി കാര്യം പറയട്ടെ, എനിക്ക് ലിബിനും കിട്ടിയ ഗിഫ്റ്റ് 3.5 മണിക്കൂർ ഈ ബോർഡറിൽ പിടിച്ചിരുത്തി. അതായത് എന്താ പറയുക, ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് എമിഗ്രേഷൻ നടക്കുന്നു, പിന്നെ ജോർജിയയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ഇന്നലെ എങ്ങാനും ഇവിടെ ഏതോ 2 മലയാളികളെയോ 2 ഇന്ത്യക്കാരെങ്ങാനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ മോഷണ കേസിൽ. അപ്പോൾ അതിവിടെ എന്തോ വലിയ വാർത്തയൊക്കെ ആയി, എന്തോ സൂപ്പർ മാർക്കറ്റിൽ കയറി മോഷ്ടിച്ചൊക്കെയാണ്. അപ്പം അത് കഴിയുമ്പോഴാണല്ലോ നമ്മൾ ബോർഡറിൽ നിന്ന് പിച്ച് വെച്ച് ബന്ധം നടന്നു വരുന്നത്. ഇത് മൊണാസ്ട്രി ആണ്. അച്ഛനെ നോക്കി, ഇവിടുത്തെ 2 അച്ഛന്മാരെ കണ്ടു കേട്ടോ. അച്ഛന്മാർ അറിയാതെ കൈ കാണിച്ചു കേട്ടോ നമ്മളെ. മൊണാസ്ട്രി അച്ഛന്മാരാ ആണോ? അത് താടിയൊക്കെ കണ്ടില്ലേ? ഫാദേഴ്സ്. I am from India. Namaste. How are you? Fine. Name? Joseph. Father. Yeah. I'm അറിയാന്നാണോ? ഓ, നിങ്ങൾ അറിയാവുന്ന ഫാദറാ? ഗൈസ്, ഇത് അറിയാവുന്നത് കിടില മൊണാസ്ട്രി ആട്ടോ. ഞങ്ങളൊരു 10-15 ദിവസം മാക്സിമം. പള്ളി നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെയാട്ടോ നമ്മൾ പോണ്ടേ. ഇത് മൊത്തം ഇപ്പൊ ഓടി വന്നത് 1,00,000 കിലോമീറ്റർ ഇന്ത്യ ടു ഇവിടുന്ന് വരെ. ഇന്ത്യ. ഇതിന്റെ അകത്ത് ഒരു കിടിലൻ വൈൻ സെല്ലാർ ഉണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരും. ഇവിടെ അച്ഛന്മാര് തന്നെ പള്ളിയിലുണ്ടാക്കുന്ന വൈനും അച്ഛയും കോണിയൊക്കെ വേണമെങ്കിൽ കാണാൻ കയറി. ഇതന്നെയായിട്ട് റൊണാൾഡിന്റെ പ്രത്യേക വണ്ടി. ചെറിയൊരു ഇത് വലിയ മൊണാസ്ട്രിയാ. ഈ പള്ളി സംബന്ധമായ സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. കുരിശ് ഒന്ന് കയറിയാലോ? ആ ഷോപ്പ് ഉണ്ടോ? അടച്ചോന്ന് ചോദിച്ചേട്ടാ. ചേട്ടാ, ഇതാണോ അല്ലെ ഇനിയും വേറെ മൊണാസ്ട്രി? ഇത് കൂടുതൽ സാധനങ്ങളുള്ള മൊണാസ്ട്രി അല്ല? സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ഇവരുടെ അടുത്ത് ഇവരുടേതായ ടൈപ്പിലുള്ള സാധനങ്ങൾ. പിന്നെ ടിബ്ലിസിക്ക് പോകുമ്പോ ഏതാ നല്ല? എല്ലാം കണക്ക്. ഇവിടെ കുറച്ച് വില കുറവാണ് സത്യം പറഞ്ഞാൽ. എന്നാ നിർത്തിക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സാധനങ്ങൾ മേടിക്കാം, ഒന്ന് പൂട്ടി.
അതിന് ഉണ്ടെന്ന് പറഞ്ഞേ. അല്ല കാർഡ് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചതാ. ആ ലിവിനെ കാർഡ് ഉണ്ട്. ആ കാർഡ് ഇതെടുത്തോ കേട്ടോ, ഇതെടുത്തോ കാർഡ് വർക്ക് ചെയ്യുന്നത്. ആ ഗൈസ് പുള്ളിക്കാരോട് ചോദിച്ചു പുരുഷുണ്ടോ. ഇന്ത്യ ദിസ് വൺ വെരി ഫേമസ്, എവരി വൺ യൂസിങ്. എന്താ മഞ്ഞുമല, എന്താ സെറ്റപ്പ്. ജോർജിലുള്ള ആൾക്കാർ അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ കഥ പറഞ്ഞില്ലോ, കഥ ഇനി പോകുന്ന വഴിക്ക് പറയാം. ആദ്യം ഇവിടെ ഒന്ന് കയറാം. ഇവിടെ കുഴപ്പമില്ലോ. ഓക്കെ, താങ്ക് യു. ഈ ഫാദറിൻ്റെ അടുത്ത് ഞങ്ങൾ നേരെ പോവുകയാണ്. ലിബി വാടാ. ഓ ഇതൊരു റഷ്യൻ ടൈപ്പ് അല്ല കേട്ടോ മൊണാസ്ട്രി, വേറൊരു ടൈപ്പ് മൊണാസ്ട്രിയാണ്. ഓ ഇതൊരു അസാമാന്യ മൊണാസ്ട്രി. ഫോട്ടോ അതാ നമ്മളോട് നിൽക്കാൻ പറഞ്ഞ കേട്ടോ. അച്ഛന്മാരെ ഫോട്ടോ എടുപ്പാ. Car, no no problem. English? English. യെസ് ഗൈസ്, നമുക്ക് നേരെ നടക്കാം. Church. One church. ഇതൊക്കെ എന്തോ സംഭവം കേട്ടോ. Okay? Okay. ഇത് നോക്കിയേ. Do you like wine? Do you like wine? നീ വൈൻ കുടിക്കോ? നോ No. നോ No drink? നോ. ഗൈസ് ഇലക്ട്രിക് Electric, yeah. ഇലക്ട്രിക്കൽ പിന്നെ കാറാട്ടോ, റെനോൾട്ടിൻ്റെ. ഒരാൾക്ക് 40 kilometers. 40 Yes. One charge. വൺ ചാർജ്. Yeah. ഗൈസ് തണുപ്പായതുകൊണ്ട് ഇവര് കോട്ടൊക്കെ ഇട്ടാക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ ഇവിടെ എല്ലാവരും വൈൻ കുടിക്കും. ഇത് ഇവർക്ക് വൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ കൾച്ചറിന്റെ ഭാഗം അത്. വൈനാ? വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അത് കൊള്ളാം, അത് കൊള്ളാമല്ലോ. അച്ഛന്മാർക്ക് സുഖമാണ്. നമ്മുടെ നാട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ അടിച്ച് പൂസായെന്ന് ഇല്ല. ഈ പുള്ളിക്ക് അടിക്കാൻ പെർമിഷൻ ഇല്ലെന്നാ പുള്ളി പറയണത്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഓ ഇത് വമ്പ മൊണാസ്ട്രി. കുറേ അച്ഛന്മാരുണ്ട് ഇവിടെ മേളില്. മൊണാസ്ട്രീസ് അവര് അമ്മമാരില്ലേ നമ്മുടെ സിസ്റ്റർമാർ. സിസ്റ്റർമാർ അവിടെയാണ് താമസിക്കുന്നത്. ഓ ഇതാണ് സിസ്റ്റർമാരുടെ മഠം. അതെ. ഓ ഇത് സിസ്റ്റർമാരുടെ മഠം. മൊണാസ്ട്രിക്ക് പ്രാഡോ. നോക്കിയേ ദൈവം അപ്പം എത്ര സെറ്റപ്പ് ആയിരിക്കും ഇവിടുത്തെ. പഴയ വണ്ടി. ഓ ഇതേതാ? എബിനെ വോക്സ് വാഗൺ ആണോ ചേട്ടാ? ആണോ? അംബാസഡർ എവിടെയോ അവിടുന്ന് വന്നാണ് ഇവിടുന്ന് വന്നോ? പത്മിനിയുടെ ഒരു ലുക്ക്. അടുപ്പ് കുറച്ച് കേട്ടോ. അങ്ങോട്ട് മഞ്ഞ ചേട്ടാ മേളിട്ട്. ഫുള്ളാ? റോഡ് സൈഡിലൊക്കെ ഉണ്ടോ? പിന്നെ മഞ്ഞ ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ആ ഞങ്ങൾ നടക്കട്ടെ. ആണോ? ആ മഞ്ഞ് ഇവിടുത്തെ പള്ളിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഇവനെ തിന്നുവേ പള്ളിക്കുള്ളിൽ കയറിയേക്കാം. പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആണോ? ക്ലോസ് ആയിരുന്നോ? ഓമ്പോ ഭയങ്കര തണുപ്പ്. എൻ്റെ അമ്മേ. ഇതാണ് കട, എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. നാട്ടിലോട്ടല്ലേ? നമ്മളെ ഇതിൻ്റെ വില എന്നാ കിളി പാറിപ്പോവാ ചേട്ടാ. എത്രയൊക്കെ? നമ്മുടെ കൊന്ത ഇല്ലല്ലേ ഇവിടെ? ഇവരുടെ ടൈപ്പ് കൊന്ത. ഇതൊക്കെ കളറ് പോകുന്നതാണോ? ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ സാധനം മേടിച്ചു. എൻ്റെ ഒരു 2,800 സാധനമായി. കാർഡ് കൊടുക്കണം. കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ബൈബിള് അതുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ജോർജിയൻ സാധനങ്ങൾ. ഇവിടെ മെയിൻ റഷ്യനേക്കാളും നോക്കാൻ നേരത്ത് വില കുറവാണ്. പക്ഷേ ഇവർ പൈസ പറയുമ്പോൾ നമ്മൾ കുറവാണെന്നതിന് വെച്ചാൽ കൂടുതലാണ്. ഇവിടുത്തെ 1 രൂപ നമ്മുടെ നാട്ടിൽ 30 രൂപ അല്ലേ? ഇവരുടെ മെയിൻ പുണ്യാളൻ സെൻറ്റ് ഗിവർണീസ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെയാണ് സാധ്യത. എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ സെൻറ്റ് ജോർജ്, ഇവിടെ ജോർജ് എന്നാ പറയാ. ഫൈനലി ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ 90 ഇവിടുത്തെ വാഷ് ചെയ്താട്ടോ. വലിയ പൈസ ആയില്ല. എൻ്റെ അമ്മോ, റഷ്യയിലാണെങ്കിൽ വലിയ പൈസ ആയിന് കേട്ടോ. എന്നാ അച്ഛൻ പറയുന്നത്? എന്നാ പറഞ്ഞത്? അതെ പള്ളിയാട്ടാ, തൊപ്പി വെക്കാൻ പാടില്ല. എൻ്റെ തണുപ്പ് പുറത്തിത്ര നടപ്പില്ല കേട്ടാ.
ഇതേ സംഭവം എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയാം. ഇതെല്ലാം റഷ്യൻ ഓർത്തഡോക്സ് ബേസ് സംഭവമാണ്. ഒരു പുള്ളിയെ അവിടുന്ന് വഴിയിൽ നിന്ന് കയറ്റി വിട്ടാണ്. ഇത് പുള്ളീനെ ഇന്ന സ്ഥലത്ത് കൊണ്ട് വിടണമെന്നും പറഞ്ഞ് പുള്ളി ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് കറങ്ങി കിടക്കുക. ആണോ? അങ്ങനെയാണോ ചേട്ടാ? പുള്ളി ഇപ്പം മൊണാസ്ട്രി കണ്ടില്ല കിടക്കുക. അതെ. അല്ല, എത്ര പേരെ കിട്ടി? അങ്ങനെ എത്ര പേര് കിട്ടി വഴിക്കൊന്ന് കൊണ്ടുവിടാൻ? ആണോ? ഇതാട്ടോ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതാണ്. അവരെ കെട്ടിപ്പിടി. ശുക്രിയ ശുക്രിയ. ഇതാണ് ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് എന്ത്, പിന്നെ ബോർഡർ. ഇത് പക്ഷേ ഈ ബോർഡർ കുറെ പ്രത്യേകത ഉണ്ട് ഇതിന്. എന്നാ ഈ റോഡില്ലായിരുന്നു ഒരിക്കലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഇവിടുത്തെ മെയിൻ ഫാദർ പ്രാടയിൽ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ അച്ഛന്മാർക്ക് മാക്സിമം, നമ്മുടെ അവിടെ അച്ഛന്മാർ ഇന്നോവ മേടിച്ച അച്ഛന് പൈസയായെന്ന് പറയും. അപ്പം അച്ഛന്മാർ മേടിച്ചിട്ട് ഏറ്റവും ചെറിയ കാറ് മേടിക്കും. പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഏറ്റവും മുന്തി തന്നെ കാറ് മേടിക്കുള്ളൂ. അച്ഛനെവിടെയോ പൈസ കിട്ടിയിട്ടുണ്ട്, അത് പാവങ്ങളെ സഹായിച്ചുകൂടെ എന്ന് ചോദിക്കും. അച്ഛൻ പള്ളിക്കതിനാവ് കട്ടു. സത്യം കേട്ടോ. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വേണം. നമ്മുടെ വണ്ടിയുടെ ലൈറ്റിംഗ് കത്തിപ്പുണ്ട്. വെറുതെ ഒന്ന് കൈ കാണിച്ചാട്ടോ. നമ്മള് വലിയ പൈസ ഇല്ലല്ലേടാ. ഞാൻ നോക്കാനത് റഷ്യ നോക്കാൻ പകുതി പൈസ. സാധനങ്ങൾ എന്ത് ചെയ്യാ? സാധനങ്ങൾ പുള്ളിക്കാരൻ്റെ അടുത്ത്. നേരെ പോയി ഈ റെനോൾട്ടിൻ്റെ വണ്ടി ടി വി സി നമ്മളെ വൈൻ റൂമിലേക്ക് പോവാട്ടോ. ഇതെന്നാടാ ഇവനെ നാട്ടിലാണ് വാറ്റെന്നും പറഞ്ഞ് ഇപ്പൊ SSR കൊണ്ടുപോയാൽ. എൻ്റെ അമ്മോ. This wood is 18th century wood. 18th century. 18th century, yes. This name is Satnacheli. Satnacheli in Georgian name. Inside putting our people grapes and only men's press it, legs, and juice go on inside clay pot or barrel. Understand? Yes. Another make their wine. Wine. What you see here, our monks makes this wine. We have white wine, semi-dry, semi-sweet and dry wine, and red wine, semi-dry, semi-sweet and dry wine. Now here we have white wine. ഇത് ദാരിയാലി എന്ന് പറഞ്ഞൊരു പള്ളിയാണ്. പള്ളി പ്ലസ് ഒരു വൈനറിയാണ്. എബിനെ നമുക്കെന്ന് വെച്ചൊരു മറ്റേ കുക്കർ കിട്ടിയാൽ മതി. കുക്കർ വേറെ സെറ്റപ്പ് അത് കാണാൻ. ആണോ? കുക്കർ ഉണ്ട് ഇവിടെ. കുക്കറുണ്ട്. എൻ്റെ ഫുള്ള് ഭരണി. Chacha machina kada vitane tsatsuagete. Okay. ഇത് വൈൻ മാറ്റുന്ന സ്ഥലം. അമ്പോ, ഇത് അമ്പോ സെറ്റപ്പ് ആണല്ലോ. ഇത് വൈനാ? This is clay pot. ഓഹോ. We are make dry wine, only dry wine. ഡ്രൈ വൈൻ മാത്രമേ ഇതിനകത്ത് ഉണ്ടാക്കുള്ളൂ. Da, yes. You look at the Katsateli white wine. We have there red wine, Saperavi. This is dry wine too. And this is a Katsateli, but it's amber wine. Amber color wine. Understand? Understand. Okay. This is dry and strong wine. This was is the room temperature. Temperature, yes. ഇത് ഇവിടുത്തെ റൂമിൽ ടെമ്പറേച്ചർ പറ്റുന്ന സംഭവം ഇതെല്ലാം വുഡ് കേട്ടാ. അതിനകത്തുണ്ടോ? ഇതിനകത്ത് ഇവര് ചെയ്യാൻ വെച്ചേക്കാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു പ്രഷർ മാൻ സിസ്റ്റം ആണ്. ഇതിനകത്ത് ഹൈ പ്രഷർ വരുമ്പോ ഈ സാധനം ഒന്ന് പൊങ്ങി കൊടുക്കും. അതിനകത്ത് ഗ്യാസ് പുറത്തേക്ക് തള്ളാൻ. എന്നിട്ട് അതിനകത്ത് ഇരുന്ന് ഫെർമെന്റ് ആയിട്ടാണ് വൈൻ ഉണ്ടാകുന്നത്. അതിന്റെ സാധനം ഉണ്ടോ ചേട്ടാ? സാധനം ലിറ്റർ Amasheri or Muzdat? ഓർമ്മ 50 ലിറ്റർ. 50 ലിറ്റർ. ഓ, ഇറ്റ്സ് വെരി അമേസിങ്. സൂപ്പർ. അത് കൊള്ളാം കേട്ടോ. Chacha. Chacha, you Madam know? വാറ്റ്. വാറ്റ്. Local alcohol. Alcohol, yes. Our people makes chacha. Chacha. Our people in Tallinn what? What? In our language is what? What? Yes. ഇത് മുന്തിരി വെച്ചുണ്ടാക്കണം. പ്യൂർ മുന്തിരി. This makes from wine. Our people make ഇവരോട് പറഞ്ഞ നമ്മൾ ഉണ്ടാക്കുന്ന but കശുമാങ്ങ our monks makes from wine. അതൊന്നും പറയണ്ട. From wine. ഇത് This is chacha too, but inside putting oak. I show. No. Come. ദൈവമേ. Chacha putting oak. ഓ, ഓക്ക്.
oak. അതായത് കോട കോട. Another color and very beautiful smell. സ്മെൽ. ഗൈസ് ഇതാ വാറ്റ്. അത് ഇവിടെ നിന്ന് കിട്ടുമല്ലോ ഇവിടെ. ഇതാ വാറ്റ്. ഫ്രാൻസിൽ Who loves whiskey, they like Zikaka. And our monks putting in oak barrel, and 8 years later, 8 years later, making this cognac. This is 8 years old cognac, brandy. ചാച്ചല്ല, കോണിയൊക്കെ അത് ബ്രാൻഡിയാണ്. ഇവിടെ ബ്രാൻഡ് ഉണ്ടാക്കുക. Understand? Yes. യെസ് 800 വർഷം പഴക്കമുള്ള നമ്മുടെ നാട്ടിലാണ് ഏറ്റവും പിടിച്ചു. 8 വർഷം. This is tea. ഉണ്ട് നമ്മുടെ അച്ഛന്മാര് ഒരു 10 കൊല്ലത്തിന് മറ്റേ ഇതില് മുക്കി കൊടുക്കാൻ പേടിക്കും. അത് തന്നെ ബിസ്കി കൊടുക്കും. അല്ല നമ്മുടെ നിയമമാണത്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുണ്ടോ? നമുക്ക് ഫുൾ ഗ്ലാസ്സിലാണ്. ഓ സ്പാക്കിംഗ്. Yes. This is Kinsmarauli. It's a sweet wine. ചേട്ടൻ അടിക്കുന്നുണ്ടോ? എനിക്ക് ഫ്രീ ആണ്. ഇതാ ഇത് പറഞ്ഞോ. ആയെന്നാ എനിക്ക് ഇവിടെ വരുമ്പോ സ്ഥിരം കിട്ടും. എന്റെ വീട്ടിൽ കളക്ഷൻ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ. ചേട്ടൻ ഓസിന്റെ ആളാ. ദൈവത്തിനറിയാം. ഗൈസ് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് പോവാണ്. വെറുതെ അച്ഛന്റെ കച്ചവടം പോയി. അതല്ലടാ, നമ്മൾ മേടിച്ചില്ലേ, ആ നമ്മൾ വൈനും ആൽക്കഹോളും നമ്മൾ ഉപയോഗിക്കൂല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ അച്ഛന്മാർ ഇതുപോലെ വാറ്റ് വിറ്റ എൻ്റെ അമ്മ പള്ളിയിൽ ജനസാഗരമായിരിക്കും കേട്ടോ. വാറ്റ് കിട്ടും, നല്ല ലിക്കർ കിട്ടുമെങ്കിൽ സൂപ്പറല്ലേ. പിന്നെ വിലക്കുറവാണല്ലോ, പള്ളിയുടെ സാധനം വിലക്കുറവായിരിക്കും. ജനസാഗരം. പിന്നെ ഓരോ അച്ഛന്മാര് 10 വർഷം വെച്ചിട്ടൊക്കെ പോകും. കൊച്ചന്മാരാക്കി വണ്ടി വെള്ളച്ചന്മാരെല്ലാം പോകും. ഇനി ഉത്താർത്ത വെള്ളച്ചന്മാർ ഇവിടെ ഇതൊന്നും ഇല്ല, ജീവിക്കാൻ പറ്റൂല. അല്ല പിന്നെ നമ്മളിപ്പോൾ തമാശ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോ രാജ്യത്തിനും അതിനായ നിയമങ്ങളുണ്ട്. അതെ, നമ്മള് നിയമം എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. ഫൈനലി നമ്മൾ അങ്ങനെ അടുത്ത ടണലെത്തി. ഇത് ടണലുകളുടെ നാടാന്നുള്ള ഏകദേശം മനസ്സിലായിട്ടോ. കുട്ടനാടുകളായ കുട്ടനാട്. എന്നാലും ഞാൻ ആലോചിക്കട്ടെ, ഇവനെ അച്ഛന്മാര് വാറ്റുന്നു, സെറ്റപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കണ്ട ചേട്ടൻ പൂസ. ഞങ്ങൾ ഇതുണ്ടോ, ഈ ടണൽ കഴിഞ്ഞ് അവിടെ പോലീസൊക്കെ ഉണ്ട്. ഈ ടണൽ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആംബുലൻസ് ഒക്കെ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് രാത്രിയായിട്ടോ. ഇതേ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാണ്ട് വന്ന കേട്ടോ. 40 ലാറിയോ അത് എത്രയെങ്ങാനുമാണ്, 90 ലാറിക്കാണ് നമ്മൾ അവിടെ മൊണാസ്ട്രിയും സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. വലിയ പൈസ ആവുമെന്ന് തോന്നുന്നു, അല്ലടാ ലിബി? അപ്പുറം പറഞ്ഞേ 9,000 രൂപ. ഇവിടെയോ? ഇവിടെ പറഞ്ഞേ 1200 അത്രേ ഉള്ളൂ അല്ലേ? എത്ര ദിവസത്തെ ഏട്ടാ? ഇവിടെ സിമ്മുണ്ട്, കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഫുഡുണ്ട്. പിന്നെ ഇവിടെ ഒരു മാസം, ഒരു മാസത്തിന് 55,000. ഒരു മാസം എന്ന് പറയുമ്പോൾ 50,000 എന്ന് പറയുമ്പോൾ 1000. ഇൻഷുറൻസ് ഫസ്റ്റ് ആണ്, തേർഡ്. ഈ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഫുള്ള് മഞ്ഞ കേട്ടോ. ഇത് വളരെ അപകടം പിടിച്ച റോഡാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ ശ്രദ്ധിച്ചു പോകണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ കാശ്മീരിൽ നിന്ന് ലഡാക്കിലോട്ട് കയറി പോകില്ലേ, ആ റൂട്ട് പോലെ തന്നെയില്ലേ. പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. അതെന്നാ നിനക്കറിയാവോ? ഇല്ല. അതായത് നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു, രക്ഷപ്പെട്ടു. ഇനി ഒരു കുഴപ്പമില്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ടിബിലിസി എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അങ്ങനെ ടിബിലിസിയിലെത്തി സുഹൃത്തുക്കളെ. നാളെ മുതൽ ഞങ്ങൾ ടിബിലിസിയിലായിരിക്കും. അതായത് ഇതിലെ വരുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രോപ്പർ ഡോക്യുമെന്റും എല്ലാ സാധനവും പ്രോപ്പർ ആയിരിക്കണം. പിന്നെ അവർ ക്വസ്റ്റ്യനും ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ പതരരുത്. റഷ്യയിലും ഉണ്ടാവും. റഷ്യയിലും ഉണ്ടാവും, പക്ഷെ റഷ്യനേക്കാളും കൂടുതലുള്ള ഇവിടെയാണ്. നിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു? എന്റെ പ്രശ്നം ഒരു സ്പെല്ലിങ് മാറിപ്പോയി. ഒരു സ്പെല്ലിങ് മാറിപ്പോയി. ഒരു സ്പെല്ലിങ് മാറിപ്പോയി. എന്നെ വീടിന്റെ ആധാരം വരെ അവർ എഴുതി മേടിച്ചു, ഒപ്പ് മേടിച്ചു, നാട്ടിലത്തെ നമ്പർ മേടിച്ചു, വീട്ടു നമ്പർ മേടിച്ചു. അവർ ഡൽഹിയിലൊക്കെ വിളിച്ചവന് ഇത് കൊടുത്തതാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പാസ്പോർട്ട് അവർക്ക് ഡൗട്ട്, ഇത് വേറെ ഞാൻ തന്നെ അടിച്ചതാണോ എന്ന്. എന്നിട്ട് അത് കുറെ നോക്കി, കുറെ വെയിലത്ത് നോക്കി, കുറെ സ്കാനറെ വെച്ച് നോക്കി, എല്ലാം നോക്കി. അവസാനം എന്റെ മുഖം അവർക്ക് വീണ്ടും ഡൗട്ട്. പാസ്പോർട്ടിനത് മൊട്ടയല്ലേ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു തൊപ്പിയിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പം മുഖം നോക്കി, അപ്പം താടി കുറവ്, മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അവര് ചിരിക്കും, ഞാനും ചിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു എൻ്റെ കൂടെ തന്നെ ഒരു ചേച്ചി വന്നെന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചിനെയാണ് അവിടെ നിന്ന് നേരെ തിരിച്ചു വിട്ടത്. പിന്നെ ജോർജിയ നിങ്ങൾ കയറുന്നത് വളരെ ശ്രദ്ധിക്കുക. യൂറോപ്പിലോട്ടുള്ള ഇപ്പോൾ ഏക കോറിഡോർ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇതാണ്. വിസ ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചു വിടും. യെസ് ഗൈസ്, ഈ സെയിം പ്രശ്നം തന്നെ നമ്മൾ തുർക്കിയിൽ അനുഭവിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും. നാളെ രാവിലത്തെ വീഡിയോയിൽ അതേപോലെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞുതരും. ഇന്ന് ഞങ്ങൾ ടയേർഡാണ്. നാട്ടിലെ ഇപ്പം സമയം
4 മണിയായി. 4 മണി 4 മണിക്ക് നമ്മൾ ഇത് പറയാൻ പാടില്ല, നാളെ നേരം വെളുത്തിട്ട്. ഒരു കേസ് കൂടെ, ഒറ്റ കേസ്. അതായത് ഇനി യൂറോപ്പിലോട്ടൊക്കെ വരുന്ന ആൾക്കാർ യൂറോപ്യൻ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കറക്റ്റായിട്ട് അതായത് നിങ്ങൾ ട്രാവൽ ഹിസ്റ്ററി അവർ പറഞ്ഞ ഹോട്ടൽ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ് പണ്ടത്തെ പോലെ ഒന്നും നമുക്ക് ഡൂപ്പ് അടിച്ചിട്ട് പോകാൻ പറ്റില്ല. പണ്ടൊക്കെ നമുക്ക് ചാത്തൻ അടിച്ചിട്ട് പോകായിരുന്നു, എടുത്തിട്ട് ക്യാൻസൽ അടിച്ചിട്ടൊക്കെ പോയിരുന്നു. ഇപ്പോൾ കറക്റ്റ് ആ ഹോട്ടലിലോട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡമ്മി അടിച്ചിട്ട് പണ്ട് നമ്മൾ വരുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർലൈനിൽ തന്നെ അവരെല്ലാം അന്വേഷിച്ചിട്ട് പക്ക നമ്മളെ കൊണ്ടുവന്ന എയർലൈൻ തിരിച്ചുകൊണ്ടുപോകും. അതായത് അതല്ല നമ്മളിപ്പോ ഇന്ത്യക്കാണ് യൂറോപ്പിൽ കൊണ്ടുപോട്ടെ, അങ്ങനെയെങ്കിൽ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഞാനത് പറഞ്ഞല്ലേ. അതായത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചാത്തനടിച്ച് ടിക്കറ്റ് കൊണ്ട് വരുമായിരുന്നു. ഇപ്പം അത് പറ്റൂല. അതായത് ഇപ്പം നമ്മൾ ഇൻഡിക്ക ഫ്ലൈറ്റിലാണ് വന്നെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ ഇല്ല, ഇൻഡിക്ക ഫ്ലൈറ്റ് തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവരണം, വീട്ടിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് എയർലൈൻസ് ഒക്കെ ഇന്ത്യ എന്ന് ചോദിക്കുന്നത്. അതായത് നമ്മളൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതല്ല, നമ്മളൊക്കെ ആദ്യം ചോദിക്കുക നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ട് കാര്യം, എൻ്റെ അടുത്ത് വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. ഇപ്പം ആ പാസ്പോർട്ട് കൗണ്ടറിൽ ഇരിക്കുന്ന കുത്തുന്ന ആൾക്ക് എന്ത് തോന്നുന്നു അതുപോലെ ഇരിക്കും. ഗൈസ് നോക്കൂ, അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പം ജോർജിയൻ കാഴ്ചകളാണ് കാണുന്നത്. നല്ല ടയേർഡാണ്. ഇനി അങ്ങോട്ടുള്ള രാജ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് കയറും നമ്മളെന്നൊക്കെ പറഞ്ഞു. എബിൻ എന്നോട് പറഞ്ഞു വണ്ടി കയറിയിരുന്നോ നമുക്ക് ബാക്കിയുള്ള നോക്കാം. എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ റഷ്യ തിരിച്ചു കയറ്റൂല. അത് നല്ല ഉറപ്പുണ്ട്, നമ്മുടെ അടുത്ത് വിസ ഇല്ല. നാളെ കാണാം. ബൈ.